ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബാക്സ്റ്റർ മീഡിയ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് FS മോഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ ഇതിൻ്റെ കോഡ് ഗിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാം, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ കഴിയുമ്പോൾ. സോ നമ്മൾ ആദ്യം തന്നെ FS മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ഫയൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇതിലോട്ട്, അതായത് നമ്മുടെ കോഡിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു കോൺസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് FS എന്ന് പറഞ്ഞ് അത് അസൈൻ ചെയ്യാം. ദെൻ അതിലേക്ക് റിക്വയർ FS, ഇങ്ങനെയാണ് ഒരു മോഡ്യൂള് നമ്മുടെ Node.jsലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഈ മോഡ്യൂൾ യൂസ് ചെയ്യാൻ വേണ്ടി FS ഡോട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ഈ ഫയല് കുറേ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ഹലോ വേൾഡ്, ഓക്കെ, ഞാൻ ഇവിടെ ഹലോ വേൾഡ് എന്നൊരു TXT ഫോർമാറ്റിലുള്ള ഒരു സാധാ ടെക്സ്റ്റ് ഫയലാണ്. ആൻഡ് ഞാനിവിടെ റീഡ് ഫയൽ സിങ്ക് എന്നൊരു സാധനം യൂസ് ചെയ്യാണ്. റീഡ് ഫയൽ സിങ്ക്, ഓക്കെ, റീഡ് ഫയൽ സിങ്ക്. ദെൻ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫയലിന്റെ പേര് കൊടുക്കണം, .txt. ആൻഡ് നമുക്ക് ഇത് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ വരണേന്ന്, ഔട്ട്പുട്ട് എന്താ വരണേന്ന് നോക്കാം. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഞാൻ ഇവിടെ കൺസോൾ ലോഗ് ചെയ്യിപ്പിക്കുന്നില്ല, ഒരു മിനിറ്റ്. കോൺസ്റ്റ് ഡാറ്റ ഇസ് ഈക്വൽ ടു കൺസോൾ ലോഗ് ഡാറ്റ ടു സ്ട്രിങ് വയ്ക്കണ്ട, ജസ്റ്റ് ഡാറ്റ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇപ്പൊ ഇവിടെ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ബഫറാണ്. ഓക്കെ, ഈ ബഫർ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു അസൈൻ ചെയ്ത് ഇടുവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോയില് ഇൻട്രൊഡക്ഷൻ ടു ബഫർ എന്ന് പറഞ്ഞൊരു വീഡിയോയില്, ഓക്കെ, അപ്പൊ ഈ സംഭവം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സെയിം സാധനമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മളൊരു ഫയൽ റീഡ് ചെയ്യുമ്പോൾ അതൊരു ബഫർ ആയിട്ടാണ് ആക്ച്വലി കിട്ടുന്നത്. ഓക്കെ, ഒരു ബഫർ ഫോമാറ്റിലാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതിൽ സ്ട്രീംസ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ബഫർ ആയിട്ടാണ് കിട്ടുക എന്ന് മാത്രം ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ആൻഡ് നമുക്കിതിപ്പോ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും മാത്രം പഠിച്ചിട്ട് കുറച്ചും അഡ്വാൻസ് ലെവലിൽ കിടക്കുമ്പോൾ ബഫേഴ്സ് എന്താണ്, സ്ട്രീംസ് എന്താണ്, ചങ്ക്സ് എന്താണ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊക്കെ നോക്കാം. സിമ്പിൾ ആണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, എന്നാലും കുറച്ച്. ഓക്കെ, സോ ഇവിടെ നമ്മൾ റീഡ് ഫയൽ സിങ്ക് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ സാധനം ബഫർ അല്ലാണ്ട് കിട്ടണമെങ്കിൽ ഇവിടെ UTF-8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹലോ വേൾഡ് എന്നാണെങ്കിൽ, അല്ലെങ്കിൽ സഞ്ജയ് എന്നാണല്ലേ, ഇപ്പൊ ഞാൻ അവിടെ പ്രിന്റ് ചെയ്തിരിക്കും. ഓക്കെ, ഡാറ്റ, ഈ ഡാറ്റ എന്നുള്ളത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഹലോ വേൾഡ്, ഇവിടെ നമുക്ക് ഇനി ഇത് പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, ഹലോ വേൾഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈ സിങ്ക്, റീഡ് ഫയൽ സിങ്ക് എന്ന് പറഞ്ഞ സംഭവത്തിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിങ്ക്രണസ് ആയിട്ടാണ് വർക്ക് ചെയ്യുക, അതായത് ബ്ലോക്കിംഗ് കോഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ബ്ലോക്കിംഗ് കോഡ് എന്താണെന്ന് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കോഡിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള കോഡൊന്നും റൺ ചെയ്യാൻ സമ്മതിക്കാത്ത കോഡാണ് ഈ ബ്ലോക്കിംഗ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡ് ഫയൽ സിങ്ക് എന്ന് പറഞ്ഞ സാധനം ബ്ലോക്കിംഗ് കോഡാണ്. അപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ബ്ലോക്ക് ചെയ്യാണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം യൂസ് ചെയ്യാം. അതായത് അതിനാണ് നമ്മൾ കോൾ ബാക്ക് യൂസ് ചെയ്യുന്നത്. കോൾ ബാക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കോൾ ബാക്ക് കൊടുക്കാം, എറർ. ഓക്കെ, ഈ സംഭവം എങ്ങനെയാണ് വരുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ എറർ ഡാറ്റ എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഈ എററും ഡാറ്റയും തരുന്ന ആരാണ്? FS മോഡ്യൂളാണ് അല്ലേ. അപ്പൊ ഇതുപോലെ വലിയൊരു നമുക്ക് തരുന്ന ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതുന്നത്. സോ ആ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടിട്ട് തിരിച്ചു തരാം. ഇഫ് അത് കഴിഞ്ഞിട്ട് എറർ ഉണ്ടെങ്കിൽ ത്രോ എറർ, അല്ലെങ്കിൽ ഡാറ്റ പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ ഈ കോഡ് ബ്ലോക്ക് ആവുന്നില്ല. ഓക്കെ, ആൻഡ് ഈ സിങ്ക് എന്നുള്ള സംഭവം നമുക്ക് എടുത്ത് കളയണം. റീഡ് ഫയൽ എന്ന് മാത്രം മതി. ഓക്കെ, ഹലോ വേൾഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതിനുള്ള സൊല്യൂഷൻ, അതായത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള സംഭവം നമുക്ക് കാണണ്ടാവും. അപ്പൊ അത് ഞാൻ കാട്ടിത്തരാം. ഓക്കെ, കോൺസ്റ്റ് ഡാറ്റ, ഓക്കെ, നേരത്തെ ഒന്നുണ്ടായിരുന്നല്ലോ ഡാറ്റ. ഓക്കെ, ഈ സംഭവം. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ 2 പ്രിന്റുകൾ ചെയ്യിപ്പിക്കാം. ഓക്കെ, അതായത് ലോഗ് 1 അതുപോലെ ഇവിടെ 2. ഓക്കെ,
ഈ സംഭവം ജസ്റ്റ് ഇപ്പൊ കമന്റ് ചെയ്ത് വെക്കുവാണ്. ഓക്കെ, 1 പ്രിന്റ് ചെയ്തതിനു ശേഷമായിരിക്കും 2 പ്രിന്റ് ചെയ്യുക. ദെൻ ഇവിടെ ഞാൻ ഡാറ്റ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം 1 പ്രിന്റ് ആയി, ദെൻ ഹലോ വേൾഡ് പ്രിന്റ് ആയി, ദെൻ 2 പ്രിന്റ് ആയി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ സാധനം വർക്ക് ആയത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അപ്പോ ആദ്യം 1 പ്രിന്റ് ആയി, ദെൻ ഹലോ വേൾഡ് പ്രിന്റ് ആയി, ദെൻ 2 പ്രിന്റ് ആയി. ഓക്കെ, നമുക്ക് ഇനി മറ്റേന്റെ കേസിൽ നോക്കാം. അപ്പൊ ഈ ഒരു കോഡ് കമന്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ഒരു സാധനം എടുത്ത് മുകളിൽ കയറ്റി വെക്കാം. കമന്റ് ചെയ്തിട്ട് മുകളിൽ കയറ്റി. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പ്രിന്റ് ആവുന്നതെന്ന്. 1 പ്രിന്റ് ആയി, 2 പ്രിന്റ് ആയി, ദെൻ ഹലോ വേൾഡ് പ്രിന്റ് ആയി. ആൻഡ് ഇറ്റ്സ് എ നോൺ ബ്ലോക്കിംഗ് കോഡ് ആൻഡ് അസിൻക്രണസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോഡായി മാറി ഇത്. ഓക്കെ, അപ്പോൾ ഒരു കോൾ ബാക്ക് ഇട്ടപ്പോൾ ഇങ്ങനെ സംഭവം അസിൻക്രണസ് ആയി. മറ്റേതെന്ന് പറഞ്ഞാൽ സിൻക്രണസ് വഴി ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു നോൺ ബ്ലോക്കിംഗ് കോഡാണ്, അതെന്ന് പറഞ്ഞാൽ ബ്ലോക്കിംഗ് കോഡാണ്. അത്രയുള്ള വ്യത്യാസം. ആൻഡ് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് ഇത്രയ്ക്കാണ് റീഡ് ഫയൽ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ നമുക്ക് നോക്കാറുള്ളത്. നമുക്കിനി എങ്ങനെ ഫയൽ റൈറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് എസ് ഡോട്ട് റൈറ്റ് ഫയൽ സിങ്ക് ആദ്യം ഞാൻ കാട്ടിത്തരാം. കമോൺ സജഷൻ എന്താ ടൈപ്പ് ചെയ്യാൻ. ഓക്കെ, ടെസ്റ്റ് ഡോട്ട് txt. ഓക്കെ, ഹലോ വേൾഡ് തന്നെ ടൈപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അതെ കണ്ടില്ല. എന്നിട്ട് നോട്ട് ഇവിടെ നമുക്ക് ഇനി ഹലോ സഞ്ജയ് എന്നങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ബക്ക് സ്റ്റാർ ഹലോ ബക്ക് സ്റ്റാർ. ദെൻ ഫയൽ റൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. txt ഹലോ ബക്ക് സ്റ്റാർ എന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ആ സംഭവം പ്രിന്റ് ആയിട്ടുണ്ട്. സിമ്പിൾ സംഭവം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇനി ഇത് എന്താ പറയാ കോൾ ബാക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ കോൾ ബാക്ക് വെച്ച് ചെയ്യാം. കോൾ ബാക്ക് വെച്ച് ചെയ്യുമ്പോൾ എറർ ഉണ്ടെങ്കിൽ ത്രൂ എറർ. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ സാധനം. ഓക്കെ, ഫയൽ ക്രിയേറ്റഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബക്ക് സ്റ്റാർ എന്ന് മാറ്റി അവിടെ സഞ്ജയ് ആക്കാം. ഓക്കെ, ആൻഡ് മാറിയിട്ടുണ്ട് ഇവിടെ. സിമ്പിൾ. ഓക്കെ, റീഡ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എസ് മോഡ്യൂൾ വെച്ചിട്ട് ഒരു ഫയൽ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക എന്നുള്ള പരിപാടി ഇത്ര കാര്യങ്ങളുള്ളൂ. പക്ഷേ ഇതിന്റെ അഡ്വാൻസ് ലെവലിൽ സാധനം വരുന്നുണ്ട്. അപ്പോൾ പകച്ചു പോകരുത്. ഓക്കെ, അതായത് ഈ സംഭവത്തിൽ ഉള്ളൊരു ഡിസ്അഡ്വാൻറ്റേജ് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ഈ ഒരു റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാണെങ്കിലും നമുക്ക് ഞാൻ കാട്ടിത്തരാം. ഓക്കെ, എസ് ഒരു ഫോർ ലൂപ്പ് ആദ്യം ഫോർ i less than 100 i plus plus. ഞാൻ ഇവിടെ ഒരു ബ്ലോക്കിംഗ് കോഡാണ് ചെയ്തത്. എസ് ഡോട്ട് റൈറ്റ് ആൻഡ് ഓക്കെ ഹലോ Node.js എന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഇവിടെ കണ്ടില്ലേ ഇത് ഓപ്പൺ തന്നെ ആവണില്ല, കാരണം വൈ ഇതിന്റെ ഓപ്പൺ ആവത്തെ. ഓക്കെ, ഇവിടെ ഓക്കെ ടെസ്റ്റ് ഡോട്ട് txt ഫയൽ നെയിം സെറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഫയൽ ഇതായിട്ടുണ്ട്. നമുക്കിവിടെ Node.js 99 വട്ടം മാറി പ്രിന്റ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇത് ഒരോട്ടം നോക്കാം. അപ്പോൾ ഇത് പെട്ടെന്നാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിരിക്കുന്നത് എന്താ പറയാ റീറൈറ്റ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി ഒരു ഫ്ലാഗ് വെച്ച് അപ്പൻഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൻഡ് അതിനായിട്ട് നേരത്തെയും ഫ്ലാഗ് വെക്കാൻ പറ്റും. ഫ്ലാഗ് കണ്ടില്ലേ Node.js കുറെ വട്ടം എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇനി ഇതൊന്നൊരു അടിയിലത്തെ ലൈനിലാക്കാൻ വേണ്ടി സ്ലാഷ് കൊടുത്താൽ മതി. കൊണ്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാം. യാ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരു 1000 വട്ടാക്കാം. ഓക്കെ, ഇത് എത്ര വരെ പോകുന്നു? ഓക്കെ, 1000 വട്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ഇവിടെ വരെ 1000 വട്ടം 1000 ഇല്ല അല്ലേ. ഇത് തോന്നിയോണാണ് ഇപ്പൊ പ്രിന്റ് ആയിക്കണേ. നമ്പേഴ്സ് ഒന്നും കറക്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ഇപ്പൊ എന്തോ ഒരു മിസ്സിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ സീനില്ല. നമുക്ക് ഇനി ഒരു 10,000 ആക്കി നോക്കാം. എവിടെ വരെ പോകും നോക്കാം. ഗൈസ് പോയി. ഓക്കെ, ടു മെനി ഓപ്പൺ ഫയൽസ്. അപ്പോൾ ഇത്ര വട്ടം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇതൊരു എറർ അടിച്ചിരിക്കുകയാണ്. ഓക്കെ, ബട്ട് നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. എത്ര മാക്സിമം കിട്ടിയേക്കണം? 8,000 വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ
നമുക്കിത് ഇനി ഒരു കുറച്ചും കൂടി ലിമിറ്റ് കൂട്ടാം. അപ്പൊ നമുക്ക് ഈ ഒരു മെത്തേഡ് മാറ്റിയിട്ട് നമുക്ക് fs ഡോട്ട് റൈറ്റ് ഫയൽ സിങ്ക്. ഓക്കെ, നമ്മളിവിടെ ഹലോ Node.js നല്ല എഴുതാൻ പോകുന്നു. ഗൈസ്, നിങ്ങൾ കണ്ടോ എന്റെ കമ്പ്യൂട്ടർ ഒന്നെങ്കിൽ കത്തും? ഓക്കെ, ശരിക്കും കത്തും. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. ആൻഡ് ഇവിടെ അപ്പൻഡ് ചെയ്യിപ്പിക്കാം നമുക്ക് ഫ്ലാഗ്. ലെറ്റ്സ് സീ. റെഡി 1 2 3 ഗൈസ്, കണ്ടില്ലേ? ഇതിപ്പോ ഇവിടെ എന്താ പറയാ, ബ്ലോക്കിംഗ് കോഡ് ആയതുകൊണ്ട് ബാക്കി കോഡൊന്നും വർക്കാവില്ല. പെട്ടു ശരി പെട്ടു. ഒറ്റ പൊന്നെ, എന്തുവിടെ നടക്കണേ? ഇത് തീരില്ല. ഓ മാൻ, ഇവിടെ ഡാറ്റ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഷോമ് നമുക്കിവിടെ ഒറ്റ പൊന്നെ സ്റ്റക്കായി. ഹലോ പണി മോനെ. എന്റെ ഇവിടെ CPU യൂസേജ് 100%, മെമ്മറി 8GB റാം യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, നോവേ, എനിക്ക് തോന്നുന്നില്ല CPU ഫുള്ളിലാണ് വർക്ക് ആവുന്നത്. എനിക്ക് തോന്നുന്നു വോയിസ് ഒക്കെ ക്രാഷ് ആവുണ്ടോ. ഓക്കെ പൊക്കോ അടിക്ക് പൊക്കോ. കണ്ടില്ലേ, ഇപ്പൊ CPU യൂസേജ് കണ്ട ഭയങ്കര കുറവായി, 22%. നേരത്തെ നമ്മൾ വെച്ചപ്പോ എത്ര ശതമാനമായി? ഈ ഫയൽ ഓപ്പൺ ആക്കാൻ പറ്റില്ല, അത് ഓപ്പൺ ആക്കിയാ പെട്ടു. എന്റെ പൊന്നേ, കണ്ടില്ലേ? ഇത് ഞാൻ റീഡ് അയക്കുമ്പോഴും വരാൻ പോകുന്നത്. ഞാൻ കാട്ടിത്തരാം, കിളി പോരുത്. ഇവിടെ വേണോ പണി പാടും വേണോ? ഓക്കെ, നോക്കട്ടെ. ഡാറ്റ ഡോട്ട് റീഡ് ഫയൽ ലോക്ക് ഡാറ്റ. ഇത് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അടിച്ചുപോയി. ഓക്കെ, ഇത് ഓപ്പൺ ആവില്ല, നോക്കണ്ട. ഓക്കെ, ടെസ്റ്റ് ഡോട്ട് ടേസ്റ്റ് ചെയ്ത് കഴിച്ചിക്കോ. ഈ എന്റെ കമ്പ്യൂട്ടർ ഒന്നെങ്കിൽ അടിച്ചു പോയിരുന്നു. ഓ മേൻ, കണ്ടില്ലേ? ഊഫ്, റീഡിങ് ഇച്ചിരി കൂടി സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടെ റീഡ് ചെയ്യിപ്പിക്കാം. അപ്പൊ നമ്മുടെ CPU യൂസേജ് എത്രയാണെന്ന് നമുക്ക്. ഓക്കെ, ഇപ്പോ 62% ആണ്. ഓക്കെ, 100%. കണ്ടില്ലേ? ഇതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാല്. ആക്ച്വലി നമ്മൾ ഈ ഒരു മെത്തേഡ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് CPU യൂസേജ് വരും. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റം ക്രാഷ് ആവും. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എല്ലാവരും പഠിപ്പിക്കും. ബട്ട് ഈ ഒരു സാധനം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബാക്ക് എൻഡിൽ സെർവറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സൽ ഫയൽ അതുപോലെ വലിയ ഫയലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ഇമാജിൻ ദാറ്റ് ഒരു 10GB ഫയലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 1 MB ഫയൽ റീഡ് ചെയ്തപ്പോൾ എൻ്റെ സെർവർ ആകെ ക്രാഷ് ആയി, അതായത് എൻ്റെ കമ്പ്യൂട്ടർ ആകെ ക്രാഷ് ആയി. സോ നിങ്ങൾക്കൊരു അങ്ങനെ ഒരു ഫയലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് സ്ട്രീംസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ യൂസേജ് വരുന്നത്. അപ്പോൾ സ്ട്രീംസ് എന്ന് പറഞ്ഞ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ മെയിൻലി ചെയ്തത്. ആൻഡ് റീഡ് ആൻഡ് റൈറ്റ് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, ഐ നോ. ബട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ റീഡ് ചെയ്ത് റൈറ്റ് ചെയ്യിപ്പിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എന്തായാലും ക്രാഷ് ആവും. ഇതിനുള്ള ഒരു റീസൺ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ UTF-8 എന്ന് പറഞ്ഞ സാധനം ഞാൻ എടുത്ത് കളയാൻ എനിക്ക് UTF-8 എടുത്ത് കളഞ്ഞിട്ട് ഒറ്റടിക്കാക്കി കഴിഞ്ഞാൽ ഇതൊരു വലിയ ബഫറാണ് കേസ്. എൻ്റെ ഇതിന്റെ സൈസ് കണ്ടില്ല, അത്ര വലിയ ബഫറാണ് സാധനം വരുന്നത്. അപ്പൊ ഈ ബഫർ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടാണ് ഇനി വരുന്ന കളികൾ. അതായത് നമ്മള് അടിയിലിറങ്ങി കളിക്കണം. ഓക്കെ, അല്ലാണ്ട് നടക്കില്ല. ബിക്കോസ് മുകളിൽ ഇങ്ങനെ നമ്മള് യൂസറിന്റെ ഫേസിൽ കോഡ് കാണുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ട്. പക്ഷേ ബാക്ക് ഇങ്ങനെ ഉള്ളിൽ എന്താ നടക്കുന്നത് നമുക്ക് അറിയണ്ടേ. ഓക്കെ, അപ്പൊ ഈ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ പഠിക്കാനാണ് നമുക്ക് സ്ട്രീംസും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ആവശ്യം വരാം. അപ്പോൾ അതിൽ ചങ്ക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഡെപ്തിൽ ഇറങ്ങി പഠിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണാം. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ യു സൂൺ ആൻഡ് ടേക്ക് കെയർ.